രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തുടർച്ചയായ ലൈംഗിക പരാതികളിൽ പൂർണ്ണമായി പ്രതിരോധത്തിലായി കോൺഗ്രസും യുഡിഎഫും. ആദ്യ അതിജീവിതയുടെ പരാതി കെപിസിസി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും കൈമാറിയിരുന്നു. നേതാക്കൾ ഈ പരാതി പോലീസിന് കൈമാറിയില്ല. ആദ്യഘട്ടത്തിൽ രാഹുലിന് സംരക്ഷണം നൽകിയത് തിരിച്ചടിയാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയ അതിജീവിത അതേ പരാതി കെപിസിസി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൈമാറിയിരുന്നു. എന്നാൽ നേതാക്കൾ ഈ പരാതി പോലീസിന് കൈമാറിയില്ല. ഈ വിവരം മറച്ചുവെച്ചാണ് അതിജീവിത എന്തിനാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതെന്ന് ഇതേ നേതാക്കൾ തന്നെ പരസ്യമായി ചോദിച്ചത്. അതായത് എങ്ങനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യം. രാഹുലിനെതിരെ പുതിയ പരാതി കൂടി കെപിസിസി നേതൃത്വത്തിനും എഐസിസിക്കും ലഭിച്ചതോടെ നേതാക്കൾ വെട്ടിലായി. ഇനിയും വിഷയം മറച്ചുവെച്ചാൽ പാർട്ടി തന്നെ പ്രതിക്കൂട്ടിലാകുമെന്നും വന്നതോടെയാണ് പുതിയ പരാതി നേതാക്കൾ ഡിജിപിക്ക് കൈമാറിയത്. ആദ്യഘട്ടത്തിൽ രാഹുലിന് സംരക്ഷണ കവചമൊരുക്കിയത് വലിയ തിരിച്ചടിയായി എന്നും മുൻ കെപിസിസി അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കൾ പറയുന്നു. എന്നാൽ ഇപ്പോഴും രാഹുലിനെ ന്യായീകരിക്കുകയാണ് ഷാഫി പറമ്പിൽ. പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ രേഖാമൂലമുള്ള പരാതികളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ പാർട്ടിയിൽ നിന്നുള്ള സസ്പെൻഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് കോൺഗ്രസ് എന്നുള്ള നിലയിൽ, പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ എടുക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതേസമയം അടിയന്തരമായി കോർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് തുടർ നടപടികൾ തീരുമാനിക്കണമെന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അസ്വസ്ഥനാണ്. എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അന്വേഷിക്കട്ടെ. ബാംഗ്ലൂരിലൊരു 23-കാരിയാണ് പരാതി കൊടുത്തതെന്നാണ് പറയുന്നത്. ഒരു 23 വയസ്സുള്ള യുവതിയാണ് പരാതി കൊടുത്തതെന്നാണ് പറയുന്നത്. അന്വേഷിക്കട്ടെ. അതേസമയം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ശേഷവും രാഹുലിന് സംരക്ഷണ കവചം ഒരുക്കിയ ദേശീയ നേതാവ് തന്നെ മറുപടി പറയണമെന്ന ആവശ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.